ബേസിക് ഫിനാൻസ് ഫോർ ഡെയിലി ലൈഫിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് കൂടി വെൽക്കം. നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷനിലായിരുന്നു. അതിലെ പാർട്ട് എ, അതായത് 22 വരെയുള്ള ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ്, അതായത് 23ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്, അതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുക. 23ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾക്ക് അതിന് മുമ്പായിട്ട് ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് 23ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് ഈസ് ദി പ്രൈമറി ഡിഫറൻസ് ബിറ്റ്വീൻ ഫൈനാൻഷ്യൽ ലിറ്ററസി ആൻഡ് ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ? അപ്പോൾ ഫൈനാൻഷ്യൽ ലിറ്ററസിയും ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ തമ്മിലുള്ള പ്രൈമറി ഡിഫറൻസ് എന്ന് പറയുന്നത് അതിലൊന്നാമത്തെ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെയാണ്. അതായത് ഫൈനാൻഷ്യൽ ലിറ്ററസി ഫോക്കസ് ഓൺ പ്രാക്ടിക്കൽ നോളേജ്, വൈൽ ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ ഫോക്കസ് ഓൺ തിയറിറ്റിക്കൽ കോൺസെപ്റ്റ്. അപ്പോൾ പ്രാക്ടിക്കൽ നോളേജ്, അതായത് ഫൈനാൻസുമായിട്ട് ബന്ധപ്പെട്ട പ്രായോഗികമായിട്ടുള്ള ഒരു അറിവ് നൽകുക എന്നുള്ളതാണ്, അറിവ് നേടുക എന്നുള്ളതാണ് ഫൈനാൻഷ്യൽ ലിറ്ററസിയോട് ഉദ്ദേശിക്കുക. അപ്പോൾ അതിന് ജസ്റ്റ് തിയറി പഠിക്കുക എന്നുള്ളത് മാത്രമല്ല. അപ്പോൾ ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കുക. ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ ഈസ് ഓൺലി ഫോർ സ്റ്റുഡൻസ് വൈൽ ഫൈനാൻഷ്യൽ ലിറ്ററസി ഫോർ പ്രൊഫഷണൽസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് സ്റ്റുഡൻസിന് വേണ്ടി മാത്രമുള്ളതല്ല. ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ അത് സ്റ്റുഡൻസിന് മാത്രമായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടില്ല, അത് പ്രൊഫഷണൽസിന് വേണ്ടിയോ അങ്ങനെയൊന്നും ഒരു റെസ്ട്രിക്ഷനൊന്നുമില്ല. പിന്നെ ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ ഈസ് ഓൺലി ഫോർ സ്റ്റുഡൻസ്, അത് തെറ്റാണ്. ഫൈനാൻഷ്യൽ ലിറ്ററസി ഈസ് ടോട്ട് ഇൻ സ്കൂൾ ആൻഡ് ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ ഈസ് ലേൺഡ് അറ്റ് ഹോം. അങ്ങനെയും ഒരു ക്ലാസിഫിക്കേഷൻ ഇല്ല അല്ലേ. അതായത് അങ്ങനെ ഒരു വ്യത്യാസമൊന്നുമില്ല. ബോത്ത് ക്യാൻ ബി ടോട്ട് ഇൻ സ്കൂൾസ് ആൻഡ് ലേൺഡ് ഇൻഫോർമലി അല്ലേ. രണ്ടും നമുക്കത് സ്കൂളിൽ പഠിപ്പിക്കാവുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ഇൻഫോർമലായിട്ടും അത് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. then ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ ഇൻവോൾവ്സ് ബഡ്ജറ്റിംഗ് ഓൺലി. ബഡ്ജറ്റിംഗ് മാത്രമല്ല ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അല്ലേ. അത് ജസ്റ്റ് ബഡ്ജറ്റിങ്ങിൽ ഒതുങ്ങുന്നതല്ല, ധാരാളം കാര്യങ്ങൾ ഫൈനാൻസുമായിട്ട് പഠിച്ചെടുക്കുന്നതാണ് ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷനിൽ വരിക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇഫ് എ പേഴ്സൺ ബോറോസ് 1000 അറ്റ് എ സിമ്പിൾ ഇൻട്രസ്റ്റ് അറ്റ് എ റേറ്റ് ഓഫ് 5% ഫോർ 3 years, ഹൗ മച്ച് ഇൻട്രസ്റ്റ് വിൽ ദേ പേ? അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് 1000 രൂപ ബോറോ ചെയ്തു. അപ്പോൾ 1000 രൂപ ബോറോ ചെയ്തിട്ടുണ്ട്. അത് സിമ്പിൾ ഇൻട്രസ്റ്റ് റേറ്റ് 5% ആണ് ഇൻട്രസ്റ്റ് റേറ്റ് പറഞ്ഞിരിക്കുന്നത്, 3 വർഷത്തേക്കാണ് അല്ലേ. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കറിയാം PNR അല്ലേ, പ്രിൻസിപ്പൾ, റേറ്റ്, ഒപ്പം തന്നെ ടൈം, അതിനെല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ. ഇവിടെ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് 1000 ആണ്, റേറ്റ് എന്ന് പറഞ്ഞാൽ 5% ആണ്, 3 years ആണ് N ആയിട്ട് വരിക അല്ലേ. അപ്പോൾ 1000 × 5 × 3 ഡിവൈഡ് ബൈ 100 എന്ന് പറയുമ്പോൾ നമുക്ക് 150 കിട്ടും അല്ലേ. അപ്പോൾ 150 രൂപയാണ് നമുക്ക് ഇൻട്രസ്റ്റ് ഇനത്തിൽ 3 വർഷങ്ങൾക്ക് ശേഷം, അതായത് സിമ്പിൾ ഇൻട്രസ്റ്റ് ഇനത്തിൽ നമുക്ക് ലഭിക്കുക. പിന്നെ വിച്ച് ഓഫ് ദി ഫോളോവിങ് ഇസ് ബെസ്റ്റ് ഡിസ്ക്രൈബ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനെ കുറിച്ചൊരു ചോദ്യമാണ്, നമുക്ക് നേരത്തെ ചോദിച്ചതാണ് അല്ലേ. ഒരു ക്വസ്റ്റ്യൻ മുമ്പ് വന്നിരുന്നു. ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റഡ് ഓൺ ബോത്ത് ദി ഇനീഷ്യൽ പ്രിൻസിപ്പൾ ആൻഡ് അക്യുമുലേറ്റഡ് ഇൻട്രസ്റ്റ് അല്ലേ, അതായിരുന്നു അതിൻ്റെ ആൻസർ. നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തതാണ് പാർട്ട് എയിൽ. ദെൻ ഹൗ ഡസ് ഇൻഫ്ലേഷൻ അഫക്റ്റ് പർച്ചേസിംഗ് പവർ? പർച്ചേസിംഗ് പവറിനെ അത് എങ്ങനെയാണ് ഇൻഫ്ലേഷൻ അഫക്റ്റ് ചെയ്യുന്നുള്ളതാണ്. അതായത് വാങ്ങൽ ശേഷിയാണ് പർച്ചേസിംഗ് പവർ എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിലക്കയറ്റമാണ്. അതായത് പണപ്പെരുപ്പം അല്ലെങ്കിൽ വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ നമ്മുടെ പർച്ചേസിംഗ് പവർ കുറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് മൂന്നാമത്തെ ബി ആണ് ആൻസർ, റെഡ്യൂസസ് ദ പർച്ചേസിംഗ് പവർ ഓഫ് ദി മണി അല്ലേ. നമ്മൾ ഇൻഫ്ലേഷൻ കൂടുതലാണെങ്കിൽ 100 രൂപയ്ക്ക് ഇപ്പോൾ കിട്ടുന്ന, ഈ വർഷം കിട്ടുന്ന ഒരു ഉൽപ്പന്നം അടുത്ത വർഷം 110 രൂപയ്ക്ക് നമുക്ക് കിട്ടുള്ളൂ അല്ലേ. അതായത് നമ്മുടെ പർച്ചേസിംഗ് പവർ അവിടെ കുറയുകയാണ്. നമ്മൾ 100 രൂപ മുടക്കേണ്ടടുത്ത് 110 രൂപ നമുക്ക് മുടക്കേണ്ടി വരുന്നു അല്ലേ. 10% ആണ് ഇൻഫ്ലേഷനെങ്കിൽ. അപ്പോൾ അതാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ. ഇപ്പോൾ ഇൻഫ്ലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിലക്കയറ്റമാണ്, ഗുഡ്സിൻ്റെയും സർവീസിലേക്ക് ഉണ്ടാകുന്ന വിലയിലുണ്ടാകുന്ന വ്യത്യാസമാണ്. അപ്പോൾ പ്രൈസ് കൂടുന്നു എന്നുള്ളതാണ് വിലക്കയറ്റത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അല്ലേ. അപ്പോൾ പർച്ചേസിംഗ് പവർ ഇവിടെ കുറയുകയാണ്. പിന്നെ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഇൻക്രീസ് ദ വാല്യൂ ഓഫ് ദ മണി, പണത്തിൻ്റെ വാല്യൂ കൂടുകയല്ല, അത് കുറയുകയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് അത് തെറ്റായിട്ടുള്ള ഓപ്ഷനാണ്. ഡസ് നോട്ട് ഇമ്പാക്റ്റ് പർച്ചേസിംഗ് പവർ എന്ന് പറഞ്ഞിട്ടുണ്ട്. പർച്ചേസിംഗ് പവറിനെ തീർച്ചയായിട്ടും അത് ബാധിക്കും, കാരണം പർച്ചേസിംഗ് പവർ കുറയും അല്ലേ. ഇൻക്രീസസ് ദ എമൗണ്ട് ഓഫ് ഗുഡ്സ് മണി ക്യാൻ ബൈ അല്ലേ. അപ്പോൾ ഇൻഫ്ലേഷൻ ഓപ്പോസിറ്റ് എഫക്റ്റ് ആണ് പറയുന്നത്. ഗുഡ്സിന് ഒക്കെ വില അത് കൂടുന്നു, പണം കൊണ്ട് വാങ്ങാൻ പറ്റുന്ന ഗുഡ്സിൻ്റെ ആ ഒരു എമൗണ്ട് കൂടുന്നു എന്നുള്ളതാണ്. ഇൻക്രീസ് ദ എമൗണ്ട് ഓഫ് ഗുഡ്സ് മണി ക്യാൻ ബൈ അല്ലേ. അതായത് ഇൻഫ്ലേഷൻ ഹാസ് ദി ഓപ്പോസിറ്റ് എഫക്റ്റ്, മേക്കിംഗ് ഗുഡ്സ് ആൻഡ് സർവീസ് മോർ എക്സ്പെൻസീവ് ആക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. ഗുഡ്സും സർവീസും നമുക്ക് കൂടിയ എമൗണ്ടിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഏറ്റവും കൂടുതൽ കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് റെഡ്യൂസസ് ദ പർച്ചേസിംഗ് പവർ ഓഫ് മണി എന്നുള്ളത് തന്നെയാണ്. 27ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് ഈസ് ദ റോൾ ഓഫ് ഫിൻടെക് ഇൻ മോഡേൺ ഫിനാൻഷ്യൽ സിസ്റ്റം? ഫിൻടെക്, അതായത് ഫിനാൻഷ്യൽ ടെക്നോളജി കമ്പനീസ് അല്ലേ, ഫിൻടെക് കമ്പനീസ്, അതിൻ്റെ റോൾ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
അപ്പോൾ അതിൻ്റെ റോളെന്ന് പറഞ്ഞാൽ ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ നൽകിയിരിക്കുന്നത് ബി ആണല്ലേ. യൂസസ് ടെക്നോളജി ടു ഇംപ്രൂവ് ആൻഡ് ഓട്ടോമേറ്റ് ഫിനാൻഷ്യൽ സർവീസ്. അപ്പോൾ ഫിനാൻഷ്യൽ സർവീസുകൾ നൽകുന്ന കാര്യത്തിൽ ടെക്നോളജിയുടെ ഉപയോഗം അല്ലെങ്കിൽ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള യന്ത്രങ്ങളുടെ ഉപയോഗം, അപ്പോൾ അങ്ങനെ അതിലൂടെ ഫിനാൻഷ്യൽ സർവീസ് നൽകുന്ന ഇതിനെയാണ് നമ്മൾ ഫിൻടെക് സർവീസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ടെക്നോളജി നമ്മുടെ ഫിനാൻഷ്യൽ സർവീസിൽ ഉപയോഗിക്കുമ്പോൾ അതിന് ഫിൻടെക് എന്ന് വിളിക്കാം. ഇപ്പോൾ ഡിജിറ്റൽ പേയ്മെൻറ്റ്, ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, അപ്പോൾ അത്തരത്തിലുള്ള മൊബൈൽ ബാങ്കിങ് അതെല്ലാം ഫിൻടെക്കുകളാണ് അല്ലേ, ഫിൻടെക് സർവീസുകളാണ്. അപ്പോൾ അതിന് മറ്റ് ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓൺലി പ്രൊവൈഡ്സ് ഫിസിക്കൽ ബാങ്കിങ് സർവീസ്. ഫിസിക്കൽ ബാങ്കിങ് സർവീസ് എല്ലാം നൽകുന്ന ഡിജിറ്റൽ സൊല്യൂഷൻസ് ആണല്ലേ. ഫിസിക്കൽ സർവീസിനുപരിയായിട്ട് ഓൺലൈനായിട്ടുള്ള ഡിജിറ്റൽ സർവീസുകളാണ് നൽകുന്നത്. അപ്പോൾ അത് തെറ്റാണ്. ഫോക്കസ് ഓൺലി ഓൺ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്. സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൽ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതും തെറ്റായിട്ട് കാര്യം. അതിന് മാത്രമല്ല അല്ലേ, ലെൻഡിങ്, ഇൻഷുറൻസ്, പേയ്മെൻറ്റുകൾ, അങ്ങനെ പല കാര്യങ്ങളിൽ ഈ ഫിൻടെക് സർവീസുകളുണ്ട്. അടുത്ത റീപ്ലേസസ് ട്രഡീഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ട്രഡീഷണൽ ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ അത് റീപ്ലേസ് ചെയ്യുകയൊന്നും ചെയ്യുന്നില്ല അല്ലേ. അതിനൊരു സപ്പോർട്ടായിട്ടാണ് വരുന്നത്, അല്ലെങ്കിൽ അതിനോട്ട് കൊളാബറേറ്റ് ചെയ്താണ് വരുന്നത്. എൻറ്റയർലി നമ്മളതിനെ റീപ്ലേസ് ചെയ്യുന്നില്ല. ട്രഡീഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കോംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ടെക്നോളജി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അത് തെറ്റായിട്ടുള്ള ഉത്തരവാണെന്ന് പറയാം. ദെൻ 28ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് ഈസ് ദി മേജർ അഡ്വാൻറ്റേജ് ഓഫ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ? സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ മ്യൂച്വൽ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് എൻകറേജ് ഡിസിപ്ലിൻഡ് ലോങ് ടേം ഇൻവെസ്റ്റിംഗ് ആണ്. ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള അച്ചടക്കത്തോടുകൂടിയുള്ള ലോങ് ടേമിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ് സിപ്പിൽ പറയുക അല്ലേ. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്ന് വെച്ചാൽ നിശ്ചിത എമൗണ്ട് നമ്മൾ എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ വർഷവും റെഗുലറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ്, ദീർഘകാലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്ന് പറയുക. ഹൈ റിട്ടേൺസ് ഇൻ ഷോർട്ട് പീരീഡിൽ ഹൈ റിട്ടേൺ അല്ല പ്രതീക്ഷിക്കുന്നത്, നമ്മൾ ലോങ് പീരീഡിലേക്കാണ് അല്ലേ. നമ്മൾ SIP എന്ന് പറഞ്ഞാൽ അത് ഡിസൈൻ ചെയ്തിരിക്കുന്നതിന് ലോങ് ടൈം ഗ്രോത്തിന് വേണ്ടിയാണ്, അല്ലാണ്ട് ക്വിക്കായിട്ടുള്ള റിട്ടേൺ അല്ല അവിടെ പ്രതീക്ഷിക്കുന്നത്. അടുത്ത റിക്വയർസ് ലാർജ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ആവശ്യമില്ല. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രം മതിയാവും. മിനിമം ഒരു 500 രൂപ വെച്ച് തന്നെ നമുക്ക് മന്ത്ലി SIP സ്റ്റാർട്ട് ചെയ്യാവുന്നുള്ളൂ അല്ലേ. അപ്പം അതും തെറ്റായിട്ടുള്ള ഓപ്ഷനാണ്. ദെൻ നോ റിസ്ക് ഇൻവോൾവ് ചെയ്യുന്നില്ല എന്നുള്ളതല്ല. നമ്മൾ ഏതൊരു ഓഹരി വിപണിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് അത് സബ്ജക്റ്റ് ടു റിസ്ക് ആണ് അല്ലേ. മ്യൂച്വൽ ഫണ്ടിനും അതിൻ്റെ പെർഫോമൻസ് അനുസരിച്ച് നമ്മൾ കൊടുത്തിരിക്കുന്ന വാല്യൂ കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്, നമ്മുടെ എമൗണ്ട് നഷ്ടപ്പെടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള റിസ്ക് ഈ SIPക്കും ബാധകമാണ്. അപ്പോൾ നോ റിസ്ക് ഇൻവോൾവഡ് എന്നുള്ളതും തെറ്റായിട്ടുള്ള ഓപ്ഷനാണ്. ഇനി 29ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഗ്രോസ് ഫാസ്റ്റർ ദാൻ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓവർ ടൈം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് സിമ്പിൾ ഇൻട്രസ്റ്റിനേക്കാളും കുറേ കാലം കൂടുമ്പോൾ കൂടുതൽ പെട്ടെന്ന് വളരുന്നത് അല്ലേ. അപ്പോൾ ശരിയായിട്ടുള്ള ഒരു അസർഷനാണ്. റീഫണ്ട് പറഞ്ഞിരിക്കുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ടേക്സ് ഇൻ ടു അക്കൗണ്ട് പ്രീവിയസ്ലി ഏൺഡ് ഇൻട്രസ്റ്റ് വെൻ കാൽക്കുലേറ്റിംഗ് ഫ്യൂച്ചർ ഇൻട്രസ്റ്റ്. പ്രീവിയസ്ലി ഏൺഡ് ഇൻട്രസ്റ്റോടെ കണക്കൂട്ടിക്കൊണ്ടാണ് നമ്മൾ ഫ്യൂച്ചർ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് സിമ്പിൾ ഇൻട്രസ്റ്റിനേക്കാളും കൂടുതൽ വേഗത്തിൽ വളരുന്നത് അല്ലേ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബോത്ത് A and R ട്രൂ ആൻഡ് R is the കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് A എന്നുള്ളതാണ് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ആൻസർ അല്ലേ. Aയും Rഉം ശരിയാണ്. R എന്ന് പറയുന്നത് Aയുടെ കറക്റ്റ് എക്സ്പ്ലനേഷനുമാണ് അല്ലേ. അപ്പോൾ അത് കറക്റ്റാണ്. ദെൻ മാച്ച് ദ ഫോളോവിങ് ഇൻട്രസ്റ്റ് റേറ്റ് കൺസെപ്റ്റ് വിത്ത് ദെയർ കറക്റ്റ് ഡിസ്ക്രിപ്ഷൻ എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ്? സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഏതാണ് ഓപ്ഷൻ കറക്റ്റായിട്ട് വരിക? ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റഡ് ഓൺലി ഓൺ ദി ഇനീഷ്യൽ പ്രിൻസിപ്പിൾ അല്ലേ. ഇനീഷ്യൽ പ്രിൻസിപ്പിളിൽ മാത്രം നമ്മൾ ഇൻട്രസ്റ്റ് ഓരോ വർഷത്തെ ഇൻട്രസ്റ്റുമാർ വീണ്ടും നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഇൻട്രസ്റ്റ് ആണ് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. ഇനി അടുത്തത് എന്താണ്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ഓൺ ബോത്ത് ദി ഇനീഷ്യൽ പ്രിൻസിപ്പിൾ ആൻഡ് അക്യുമുലേറ്റഡ് ഇൻട്രസ്റ്റ് അല്ലേ. അപ്പോൾ ഇതാണ് ആൻസർ. എഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്? ഇത് ആക്ച്വൽ ഇൻട്രസ്റ്റ് റേറ്റ് പെയ്ഡ് ഏൺഡ് കൺസിഡറിങ് കോമ്പൗണ്ടിങ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആക്ച്വൽ ഇൻട്രസ്റ്റ് റേറ്റിനാണ് എഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നോർമൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റഡ് ഇൻട്രസ്റ്റ് റേറ്റ് വിതൗട്ട് അഡ്ജസ്റ്റിംഗ് ഫോർ കോമ്പൗണ്ടിങ് ഇല്ലാതെയുള്ള ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ നോർമൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്നും പറയും അല്ലേ. അപ്പോൾ ഇതൊക്കെ കറക്റ്റായിട്ട് വരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ A ആണല്ലേ. ഇതാണ് കൃത്യമായിട്ട് വരിക. ഇനി 31ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 31ാമത്തെ അതൊരു അസർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. പാരൻസ് പ്ലേ എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ഷേപ്പിംഗ് ചിൽഡ്രൻസ് ഫിനാൻഷ്യൽ ബിഹേവിയർ. കുട്ടികളുടെ ഫൈനാൻഷ്യൽ ബിഹേവിയറിനെ ഷേപ്പ് ചെയ്യുന്നതിൽ പാരൻസ് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു അല്ലേ. അതിൻ്റെ റീസൺ ആയിട്ട് പറയുന്നത് പേരൻസ് ആർ കീ ഏജൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ സോഷ്യലൈസേഷൻ ആൻഡ് ഇൻഫ്ലുവൻസ് ഹൗ ചിൽഡ്രൻ വ്യൂ മണി. അത് ഫിനാൻഷ്യൽ സോഷ്യലൈസേഷൻ്റെ ഭാഗമായിട്ട് പാരൻസും ഉൾപ്പെടുന്ന ഒരു ഫാമിലി അതൊരു കുട്ടിയുടെ ഫിനാൻഷ്യൽ ബിഹേവിയറിനെ സ്വാധീനിക്കുന്നുണ്ട്.
ഒരു പണത്തെ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്വാധീനം അവർ ചെലുത്തുന്നുണ്ടല്ലേ. അപ്പോൾ അത് കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് രണ്ടും പറഞ്ഞിരിക്കുന്നത്. അസേർഷനും റീസണും കറക്റ്റ് തന്നെയാണ് അല്ലേ. അപ്പോൾ ഇവിടെയും ഉത്തരം എന്ന് പറയുന്നത് എ തന്നെയാണ്. ബോത്ത് എ ആൻഡ് ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ വരിക. 32ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 32 ഫിനാൻഷ്യൽ ലിറ്ററസി ഇംപ്രൂവ്സ് ആൻ ഇൻഡിവിജ്വൽ ഫിനാൻഷ്യൽ ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി. ഫിനാൻഷ്യൽ ലിറ്ററസി അത് ഒരാളുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഫൈനാൻഷ്യൽ ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി സ്വാധീനിക്കുന്നുണ്ട്. കാരണം ഇൻഫോംഡ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ വേണ്ടി അവർ അതിനെ സഹായിക്കുന്നുണ്ട് അല്ലേ. നമുക്ക് ലിറ്ററേറ്റ് ആണെങ്കിൽ, നമ്മൾ അറിവുള്ളവരാണെങ്കിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളും കറക്റ്റ് ആയിരിക്കും അല്ലേ. ഫൈനാൻഷ്യൽ ഡിസിഷൻ മേക്കിംഗ് അഫക്റ്റ് ചെയ്യുന്നുണ്ട്, ശരിയാണ്. റീഫണ്ട് ആയിട്ട് പറയുന്നത് ഫിനാൻഷ്യൽ ലിറ്ററസി പ്രൊവൈഡ്സ് ഇൻഡിവിജ്വൽ വിത്ത് ദി നെസസറി നോളജ് ആൻഡ് സ്കിൽ ടു അണ്ടർസ്റ്റാൻഡ് ഫിനാൻഷ്യൽ കോൺസെപ്റ്റ് ആൻഡ് പ്രോഡക്റ്റ്. ഫിനാൻഷ്യൽ കോൺസെപ്റ്റുകളും ഫിനാൻഷ്യൽ ആയിട്ടുള്ള പ്രോഡക്റ്റുകളും കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള കഴിവും അറിവും ഒക്കെ ഫിനാൻഷ്യൽ ലിറ്ററസി നൽകുന്നു എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഇത് രണ്ടും കറക്റ്റാണ്. ഇവിടെയും ആൻസർ എ തന്നെയാണ് അല്ലേ. ബോത്ത് എ ആൻഡ് ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ഇനി 33 പറഞ്ഞിരിക്കുന്നത് ലിസ്റ്റ് ഔട്ട് ദി ഇമ്പോർട്ടൻറ്റ് ഇമ്പാക്റ്റ് ഓഫ് ഇനേർഷ്യ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിലുള്ള ഒരു ഇനേർഷ്യയെക്കുറിച്ചാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് അതിൻ്റെ ആൻസറായിട്ട് വരിക നോക്കുക. ഇമോഷണൽ ഡിസിഷൻ മേക്കിംഗ് പറയുന്നുണ്ട്. ഇമോഷണൽ ഡിസിഷൻ മേക്കിംഗ്, പിന്നെ ഇമോഷണൽ സ്ട്രെസ്സ് പറയുന്നുണ്ട്. ദെൻ സബ് ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ പെർഫോമൻസ് പറയുന്നുണ്ട്. ഇൻഎഫിഷ്യൻ്റ് ക്യാപിറ്റൽ അലോക്കേഷൻ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇൻഎഫിഷ്യൻ്റ് ക്യാപിറ്റൽ അലോക്കേഷൻ, ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിലേതൊക്കെയാണ് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇനേർഷ്യ ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനുള്ള ഒരു മടിയെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ടെൻഡൻസി ടു അവോയ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലേ. അപ്പോൾ അത് ബെനിഫിഷ്യൽ ആകും എങ്കിൽ പോലും നമ്മളത് ഒഴിവാക്കുന്നു, ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി മടി കാണിക്കുന്നു. അതിനെയാണ് നമ്മൾ ഇനേർഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ അത് പല കാര്യങ്ങൾ കൊണ്ടായിരിക്കാം ഇനേർഷ്യ വരുന്നത് അല്ലേ. ഇപ്പോൾ ഇമോഷണൽ ഡിസിഷൻ മേക്കിംഗ് ആവാം. അതായത് നമുക്ക് ഡാറ്റ ഡ്രൈവനായി, അല്ലെങ്കിൽ ഡാറ്റ അടിസ്ഥാനത്തിലല്ലാതെ, ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലല്ലാതെ ജസ്റ്റ് നമ്മുടെ വൈകാരികമായിട്ടുള്ള ഒരു മടി കൊണ്ട്, ഇമോഷണലായിട്ടുള്ള ചില കാര്യങ്ങൾ കൊണ്ട്, നമ്മുടെ തെറ്റിദ്ധാരണകൾ കൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാണ്ടിരിക്കുക അല്ലേ. അപ്പോൾ ഇത് കറക്റ്റായിട്ടുള്ളൊരു കാരണമാണ് ഇനേർഷ്യയ്ക്ക്. പിന്നെ ഇമോഷണൽ സ്ട്രെസ്സ് കൊണ്ടാകാം. ഇമോഷണൽ സ്ട്രെസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ നമുക്ക് ഒരു സ്ട്രെസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അല്ലേ. പണം നഷ്ടപ്പെടുക എന്നുള്ളൊരു സാധ്യത. അപ്പോൾ ആ ഇമോഷണൽ സ്ട്രെസ്, ഒരു സമ്മർദ്ദം അതിന് കാരണമാകാം. അതും കറക്റ്റായിട്ടുള്ള കാര്യമാണ്. സബ് ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ പെർഫോമൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അണ്ടർ പെർഫോമിംഗ് ആയിട്ടുള്ള അസറ്റുകൾ, അല്ലെങ്കിൽ മോശം രീതിയിൽ പെർഫോം ചെയ്യുന്ന അസറ്റുകളും നമ്മൾ ചിലപ്പോൾ ഹോൾഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മൾ വിൽക്കാതെ നമ്മൾ കൈവശം വയ്ക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതും ഒരു കറക്റ്റായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന മൂന്നും കറക്റ്റാണ് അല്ലേ. അതുകൊണ്ട് ഓപ്ഷൻ നമുക്ക് എ ആണ് അതിൻ്റെ ആൻസറായിട്ട് വരിക. 1, 2 and 3 അല്ലേ, അതാണ് ആൻസറായിട്ട് വരിക. ദെൻ മാച്ച് ദ ഫോളോവിങ് ക്വസ്റ്റ്യൻ ആണ് മറ്റൊന്ന്. മാച്ച് ദ ഫോളോവിങ് ക്വസ്റ്റ്യനിൽ ഏതൊക്കെയാണ് വരുന്നത്? മണി മാർക്കറ്റ് പ്രൊഡക്റ്റിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. മണി മാർക്കറ്റ് പ്രൊഡക്റ്റ് നമുക്കറിയാം. മണി മാർക്കറ്റ് പ്രൊഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് ടൈം ലോ റിസ്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വിത്ത് ഹൈ ലിക്വിഡിറ്റി ആണല്ലേ. അതിൻ്റെ നേരെ തന്നെയുള്ള കാര്യമാണ്. ക്യാപിറ്റൽ മാർക്കറ്റ് പ്രൊഡക്റ്റ് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫൺ വിത്ത് ഹൈ റിസ്ക് റിട്ടേൺ, അതുമായിട്ട് നേരെ തന്നെയുള്ളതാണ്. ലൈഫ് ഇൻഷുറൻസ് പ്രൊവൈഡ്സ് ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ ടു ഡിപ്പെൻഡൻസ് ഇൻ കേസ് ഓഫ് ഡെത്തിൻ്റെ സമയത്ത് ഡിപ്പെൻഡൻസിന് അവരെ ആശ്രയിച്ച് കഴിയുന്നവർക്ക് ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ നൽകുന്നതാണ് ലൈഫ് ഇൻഷുറൻസ്, കറക്റ്റാണ്. ഹെൽത്ത് ഇൻഷുറൻസ് വെച്ചാൽ മെഡിക്കൽ കവർ ചെയ്യുന്നതാണ്, മെഡിക്കൽ എക്സ്പെൻസ് കവർ ചെയ്യുന്നതാണ്, കറക്റ്റാണ് അല്ലേ. അപ്പോൾ നേരെ ഉള്ളത് തന്നെയാണ്. അപ്പോൾ ഓപ്ഷൻ എ 1, B2, C3, D4 എന്നുള്ളതാണ് അല്ലേ. ഇതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഇനി 35ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. അസേർഷൻ റീഫണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നോക്കിയ സിമ്പിൾ ഇൻട്രസ്റ്റ് പ്രൊവൈഡ്സ് എ ഹയർ റിട്ടേൺ ദാൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓവർ ദി സെയിം പീരീഡ്. സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് ഹയർ റിട്ടേൺ നൽകുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനെ കുറിച്ചെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ അസേർഷൻ എ എന്ന് പറയുന്നത് ഫാൾസ് ആണ് അല്ലേ. നമുക്കറിയാം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് ഹയർ റിട്ടേൺ നൽകുന്നത്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ബോത്ത് ദി ഇനീഷ്യൽ പ്രിൻസിപ്പിൾ ആൻഡ് പ്രീവിയസ്ലി ആൻഡ് ഇൻട്രസ്റ്റ്, കറക്റ്റാണ്. വൈൽ സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഓൺലി കാൽക്കുലേറ്റഡ് ഓൺ ദി ഇനീഷ്യൽ പ്രിൻസിപ്പിൾ അല്ലേ. അപ്പോൾ ഇത് കറക്റ്റാണ്. റീഫണ്ട് കറക്റ്റാണ്, പറഞ്ഞിരിക്കുന്ന കാര്യം കറക്റ്റാണ്. പക്ഷേ അസേർഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം തന്നിരിക്കുന്നത് തെറ്റായിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ എ ഈസ് ഫോൾസോ ബട്ട് ആർ ഈസ് ട്രൂ എന്നുള്ളതാണ് അല്ലേ. എ ഈസ് ഫോൾസോ ബട്ട് ആർ ഈസ് ട്രൂ എന്നുള്ള ഈ ഡി ആണ് ആൻസറായിട്ട് വരുന്നത്. ദെൻ പാനിക് സെല്ലിംഗ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ. പാനിക് സെല്ലിങ് അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, പാനിക് സെല്ലിങ് അത് എന്തൊക്കെ കാരണങ്ങളൊക്കെയാണ്. പാനിക് സെല്ലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ധൃതി പിടിച്ച് വിൽക്കുന്നതിനെയാണ്, നമ്മൾ ഭയപ്പെട്ട് നമ്മുടെ കൈവശമുള്ള ഒരു ഓഹരിയോ മറ്റെന്തെങ്കിലും വസ്തു നമ്മൾ വിറ്റ് കളയുന്നതിനാണ് പാനിക് സെല്ലിംഗ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഏതൊക്കെ കാരണങ്ങളൊക്കെ ഉണ്ടായി? ഫിയർ ഓഫ് ലോസ്, നഷ്ടം വരുമെന്നുള്ള കാരണങ്ങളൊക്കെ ഉണ്ടാകാം, ശരിയാണ്. ഹെർഡ് ബിഹേവിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മറ്റാളുകളൊക്കെ കൂട്ടത്തോട് വിൽക്കുമ്പോൾ നമ്മളും വിൽക്കുന്നു അല്ലേ.
ആളുകളെല്ലാം വിൽക്കുവാണെങ്കിൽ നമുക്കൊരു ഭയം തോന്നും, നമ്മുടെ കയ്യിരിക്കുന്ന അസറ്റും അതുപോലെ നമ്മൾ വിറ്റ് കളയും അല്ലേ. അതായത് മറ്റുള്ള ആളുകൾ നഷ്ടം വരുമെന്ന് പേടിച്ചായിരിക്കും അവർ വിൽക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചില്ലെങ്കിലും അവർ ചെയ്യുന്ന പോലെ നമ്മൾ ചെയ്യുമ്പോഴാണ് ഹെർഡ് ബിഹേവിയർ എന്ന് പറയുക. അതും കറക്റ്റാണ്. ദെൻ ഫണ്ടമെൻ്റൽ അനാലിസിസ്, കമ്പനിയെക്കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ട് ചെയ്യുന്നത് അല്ലേ. പഠിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പാനിക് സെല്ലിംഗ് നടത്തണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് തെറ്റാണ്. സ്ട്രാറ്റജീസും തെറ്റായിട്ടുള്ള കാര്യമാണെന്ന് നമുക്ക് പറയാം അല്ലേ. രണ്ടും തെറ്റായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ രണ്ട് കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഓപ്ഷനായിട്ട് വരുന്നത് ഏതൊക്കെയാണ്? ഫിയർ ഓഫ് ലോസും ഹെഡ് ഓഫ് ബിഹേവിയർ മാത്രമാണല്ലേ. ഓപ്ഷൻ 1 and 2 അല്ലേ. ഓൺലി ഓപ്ഷൻ 1 and 2 അല്ലേ. അപ്പോൾ ആണ് ആൻസറായിട്ട് വരിക. ദെൻ മാച്ച് ദ സേവിങ് സ്ട്രാറ്റജീസ് വിത്ത് ദെയർ ഡിസ്ക്രിപ്ഷൻ. സേവിങ് സ്ട്രാറ്റജി അത് നമ്മൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷനുമായിട്ട് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എമർജൻസി ഫണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എമർജൻസി ഫണ്ട് എന്താണ്? ഫണ്ട് റിസർവ്ഡ് ഫോർ അൺഎക്സ്പെക്റ്റഡ് ഫിനാൻഷ്യൽ ക്രൈസിസ് ആണല്ലേ. നമുക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് അതിനുവേണ്ടി സൂക്ഷിച്ച് വയ്ക്കുന്ന ഫണ്ടാണ് എമർജൻസി ഫണ്ട്. ഹൈ ഇൻട്രസ്റ്റ് സേവിങ് അക്കൗണ്ടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഹൈ ഇൻട്രസ്റ്റ് സേവിങ്സ് അക്കൗണ്ട് അത് എന്താണ്? ഹൈ ഇൻട്രസ്റ്റ് സേവിങ്സ് അക്കൗണ്ട് അല്ലേ. അപ്പോൾ അത് നമുക്ക് സേവിങ്സ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നമുക്ക് ഏതെങ്കിലും കാര്യത്തിൽ നമുക്കിതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കിത്തെ നമുക്ക് ആദ്യം നോക്കാം കേട്ടോ. അപ്പോൾ ഓട്ടോമാറ്റിക് സേവിങ്സ് എന്ന് പറഞ്ഞാൽ സേവിങ്സ് ഓട്ടോമാറ്റിക്കലി എ പോർഷൻ ഓഫ് ഇൻകം റെഗുലർലി അല്ലേ. നമ്മുടെ ഇൻകത്തിൻ്റെ ഒരു പോർഷൻ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ചെയ്യുന്നതാണ് ഓട്ടോമാറ്റിക് സേവിങ്സ് അല്ലേ. അപ്പോൾ ഇതിങ്ങോട്ട് യോജിപ്പിക്കാം. റിട്ടയർമെൻറ്റ് ഫണ്ട് എന്ന് പറയുമ്പോൾ ലോങ് ടൈം സേവിങ്സ് ഫോർ പോസ്റ്റ് എംപ്ലോയ്മെൻറ്റ് ഇയേഴ്സ്. നമ്മൾ ജോലിക്ക് ശേഷം അതിനുവേണ്ടി നമ്മൾ കാത്തുവയ്ക്കുന്നതാണ് ലോങ് ടൈം സേവിങ്സ് ആണ് റിട്ടയർമെൻറ്റ് ഫണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഹൈ ഇൻട്രസ്റ്റ് സേവിങ്സ് എന്ന് പറയുമ്പോൾ മാക്സിമൈസ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് വൈൽ കീപ്പിംഗ് ലിക്വിഡിറ്റി അല്ലേ. അപ്പോൾ ഇതാണ് ആൻസറായിട്ട് വരുന്നത് അല്ലേ. അപ്പോൾ 1 എന്ന് പറയുന്നത് ബി, 2 എന്ന് പറയുന്നത് സി. അപ്പോൾ ആ അർത്ഥത്തിൽ വരുന്നത് നമുക്ക് 4 എന്ന് പറയുന്നത് ഡി അല്ലേ. 4 നമുക്ക് റിട്ടയർമെൻറ്റ് ഫണ്ടാണല്ലേ, 4 ഡി. അപ്പോൾ നമുക്കിവിടെ ആൻസറായിട്ട് വരുന്നത് ഇതാണ് വരുന്നത് അല്ലേ. ഇതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ വരിക. ദെൻ കമ്പ്യൂട്ട് ദ ഫ്യൂച്ചർ വാല്യൂ ഓഫ് 25,000 borrowed 8% for 2 years under simple interest method and compound interest method. സിമ്പിൾ ഇൻട്രസ്റ്റ് മെത്തേഡിലും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മെത്തേഡിലും കാൽക്കുലേറ്റ് ചെയ്യാണ്. നമുക്കത് ചെയ്ത് വരുമ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 38ാമത്തെ ആൻസർ 25,160, 29,160 ആണല്ലേ. നിങ്ങളത് ചെയ്ത് നോക്കുക. നമ്മൾ പഠിച്ചിരിക്കുന്ന ആ ഒരു ഫോർമുല വെച്ച് നമുക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ എൻ്റെ ആൻസർ വേണമെങ്കിൽ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാം. നിങ്ങൾക്കിത് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് റെഫർ ചെയ്യുകയും ചെയ്യാം. ഇനി നമുക്ക് 39ാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ക്യാൻ യു ടെസ്റ്റ് ദ ആഡിക്വസി ഓഫ് യുവർ ഇൻഷുറൻസ് കവറേജ്. നമ്മുടെ ഇൻഷുറൻസ് കവറേജിൻ്റെ ആഡിക്വസി നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാമെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അത് നമുക്ക് ആൻസറായിട്ട് വരുന്നത് ബി ആണല്ലോ. ബൈ കാൽക്കുലേറ്റിംഗ് ഇഫ് ദ കവറേജ് എമൗണ്ട് ക്യാൻ കവർ യുവർ ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻ ആൻഡ് ഫ്യൂച്ചർ നീഡ്. അപ്പോൾ നമ്മുടെ ഭാവിയിലുള്ള ആവശ്യം, നമ്മുടെ ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻ, അത്തരം കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് എത്ര കവറേജ് എമൗണ്ട് വേണം എന്നുള്ളതാണ് നോക്കേണ്ടത് അല്ലേ. അത്രയും ഇൻഷുറൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത്, അത്രയും എമൗണ്ടിൽ ഇൻഷുറൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ബി ആണ് ആൻസർ വരിക. ദെൻ ഫാമിലി ഫിനാൻഷ്യൽ സോഷ്യലൈസേഷൻ ഇൻക്ലൂഡ്സ്. ഫാമിലി ഫിനാൻഷ്യൽ സോഷ്യലൈസേഷനിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓൺലി എക്സ്പ്ലിസിറ്റ് ഫിനാൻഷ്യൽ ടീച്ചിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ബോത്ത് എക്സ്പ്ലിസിറ്റ് ആൻഡ് ഇംപ്ലിസിറ്റ് ഫിനാൻഷ്യൽ ടീച്ചിങ് അല്ലേ. എക്സ്പ്ലിസിറ്റും ഇംപ്ലിസിറ്റും ഫൈനാൻഷ്യൽ സോഷ്യലൈസേഷനിൽ വരുന്നുണ്ട്. ഫൈനാൻഷ്യൽ സോഷ്യലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്, നമ്മുടെ പാരൻസ്, അവരുടെയൊക്കെ ഒരു ഇൻഫ്ലുവൻസ് നമ്മുടെ ഫിനാൻഷ്യൽ ബിഹേവിയറിൽ വരുമ്പോൾ അതിനാണ് നമ്മൾ ഫൈനാൻഷ്യൽ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അത് ഹോമും നമ്മുടെ കുടുംബവും അതിന് കാരണമാകുന്നുണ്ടല്ലേ, ഒരു സോഷ്യലൈസേഷൻ ഫാക്ടറാണ്. എക്സ്പ്ലിസിറ്റ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ടുള്ള ഡിസ്കഷനിലൂടെ, ഇപ്പോൾ ബഡ്ജറ്റിനെ കുറിച്ച് ഡിസ്കഷൻ നടത്തുന്നു, സേവിങ്സിനെ കുറിച്ച് പറഞ്ഞു തരുന്നു, ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞു തരുന്നു, അതൊക്കെ എക്സ്പ്ലിസിറ്റ് ആണ്. ഇംപ്ലിസിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ബിഹേവ് ചെയ്യുന്നത് എങ്ങനെയാണോ നമ്മളത് കണ്ടുപഠിക്കുന്നു അല്ലേ. പാരൻസിൻ്റെ ഒരു ബിഹേവിയർ, അവർ പണം ചിലവഴിക്കുന്നത് എങ്ങനെയാണ്, അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്ത് ആ ഒരു ഫാമിലിയിലെ മെമ്പേഴ്സ് പണത്തെ മാനേജ് ചെയ്യാൻ പഠിക്കുന്നതിനാണ് നമ്മൾ ഇംപ്ലിസിറ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ടീച്ചിങ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ രണ്ടും ഈ ഫാമിലി ഫിനാൻഷ്യൽ സോഷ്യലൈസേഷൻ്റെ ഭാഗമാണല്ലേ. 41ാമത് ക്വസ്റ്റ്യൻ, ഇഫ് ഇൻഫ്ലേഷൻ ഈസ് 3% പെർ ഇയർ, വാട്ട് വിൽ ബി ദ അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് 100 ഇൻ ടേംസ് ഓഫ് പർച്ചേസിംഗ് പവർ ആഫ്റ്റർ 1 ഇയർ. ഇൻഫ്ലേഷൻ 3% ആണെങ്കിൽ 100 രൂപയുടെ വാല്യൂ ഒരു വർഷം കഴിയുമ്പോൾ എത്രയായിരിക്കും? 100ൽ നിന്ന് 3 കുറച്ചിട്ട് അല്ലേ, 3% എന്ന് വെച്ചാൽ 3 രൂപയാണ് അല്ലേ. 100 കുറച്ചിട്ട് നമുക്ക് 97 ആയിരിക്കും അല്ലേ. നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാവുന്നുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഇക്വേഷൻ ഇട്ടാണെങ്കിലും ഇതേ രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ. പർച്ചേസിംഗ് പവർ കണ്ടുപിടിക്കാൻ വേണ്ടി ഒറിജിനൽ വാല്യൂ ഇൻറ്റു 1 - ഇൻഫ്ലേഷൻ റേറ്റ് ഡിവൈഡ് ബൈ 100 ഇതുപോലെ നമുക്ക് കണ്ടുപിടിക്കാവുന്നുള്ളൂ. പക്ഷേ വളരെ ഈസി ആയിട്ട് നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവുന്നതാണ്. ആൻസർ ഇവിടെ 97 ആണല്ലേ. ഈ 42ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഫീച്ചർ ഓഫ് കറണ്ട് അക്കൗണ്ട് ആർ. ഫീച്ചേഴ്സ് ഓഫ് കറണ്ട് അക്കൗണ്ട്.
കറണ്ട് അക്കൗണ്ടും സേവിങ്സ് അക്കൗണ്ടും ഉണ്ട്. അതിൻ്റെ ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സീറോ ഇൻട്രസ്റ്റ് റേറ്റ് 0 ആയിട്ടാണ് കണക്ക് കൂട്ടുന്നത് അല്ലേ. കറണ്ട് അക്കൗണ്ട്സ് ജനറലി അതിന് ഇൻട്രസ്റ്റ് കിട്ടാറില്ല. സേവിങ്സ് അക്കൗണ്ടിന് 3.5 കിട്ടുമ്പോൾ കറണ്ട് അക്കൗണ്ടിന് ഇൻട്രസ്റ്റ് ലഭിക്കാറില്ല. ബിസിനസ്മാനാണ് ഈ ഇത്തരത്തിലുള്ള കറണ്ട് അക്കൗണ്ട് ബാങ്കിൽ ഓപ്പൺ ചെയ്യുന്നത് അല്ലേ. ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി ഉണ്ട്, അതായത് ഡിപ്പോസിറ്റിനേക്കാൾ കൂടുതൽ നമുക്ക് പണം പിൻവലിക്കാനുള്ള ഒരു ഫെസിലിറ്റി നൽകിയിട്ടുണ്ട്. അതിനാണ് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. യൂസ്ഡ് ടു ഹാൻഡിൽ ഡെയിലി ട്രാൻസാക്ഷൻ, നമുക്ക് എത്ര വേണമെങ്കിലും ട്രാൻസാക്ഷൻ നടത്താം. ഡെയിലി ട്രാൻസാക്ഷൻ കൂടുതലുണ്ടെങ്കിലാണ് ബിസിനസ്മാൻ ഇത്തരത്തിലുള്ള അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് അല്ലേ. ശരിയാണ്. ഓപ്പൺ ആസ് ഫോർ കമ്പനീസ് ആക്ട് 2013, അത് തെറ്റാണ്. 2013 കമ്പനീസ് ആക്ടിന് മുമ്പ് തന്നെ ഇതുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഏതായിട്ടാണ് വരിക? ആൻസർ എന്ന് പറയുന്നത് സി ആയിട്ട് വരും അല്ലേ. 1, 2 and 3 ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഇനി നമുക്ക് 43ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നോക്കുക. ഫിനാൻഷ്യൽ ലിറ്ററസി എനേബിൾസ് ഇൻഡിവിജ്വൽ ടു ഇവാലുവേറ്റ്, നമുക്ക് ഫിലപ്പ് ദ ബ്ലാങ്ക്സ് ആണ്. ഫിനാൻഷ്യൽ ലിറ്ററസി എനേബിൾസ് ഇൻഡിവിജ്വൽ ടു ഇവാലുവേറ്റ്, എന്തിനാണ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു ഫിനാൻഷ്യൽ ലിറ്ററസി. ആൻഡ് ഓഫ് ഡിഫറൻറ്റ് ഫിനാൻഷ്യൽ പ്രോഡക്ട്സ് ബിഫോർ മേക്കിംഗ് എ ഡിസിഷൻ, എന്തൊക്കെ തമ്മിലുള്ള, അതായത് ഇവിടെ ഇവാലുവേറ്റ് റിസ്കിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു. ഒപ്പം തന്നെ ആൻഡ് റിട്ടേൺ ഓഫ് ഡിഫറൻറ്റ് ഫിനാൻഷ്യൽ പ്രോഡക്ട്സ്, റിസ്ക്കും റിട്ടേണുമാണ് ഫിനാൻഷ്യൽ ലിറ്ററസിയിൽ പ്രധാനമായിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി നമ്മൾ സഹായിക്കുന്നു എന്ന് പറയുന്നത്. റിസ്ക് റിട്ടേൺ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. കോസ്റ്റ് റിട്ടേൺ, വാല്യൂ ലോസ്, സേഫ്റ്റി, പ്രോഫിറ്റബിലിറ്റി, അതിനേക്കാളൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് യോജിക്കുന്നതും റിസ്ക് റിട്ടേൺ ആണ് കേട്ടോ. അപ്പോൾ അത് തന്നെ ഓർത്തിരിക്കുക. ഇനി നമുക്ക് 44ാമത്തെ ക്വസ്റ്റിലേക്ക് പോകുകയാണെങ്കിൽ വാട്ട് ഈസ് ദ റിയൽ അസറ്റ് ഇൻ ഫിനാൻസ്. ഒരു ഫിനാൻസിലെ റിയൽ അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ശരിക്കും ഇവിടുത്തെ റിയൽ അസറ്റ് എന്ന് വെച്ചാൽ റെഫേഴ്സ് ടു ഒരു ഫിസിക്കൽ ഒരു ടാഞ്ചിബിൾ അസറ്റിനെയാണ് നമ്മൾ റിയൽ അസറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ്, ഗോൾഡ്, മെഷീനറി, കമ്മോഡിറ്റി, അതൊക്കെ എന്താണ് റിയൽ അസറ്റുകളാണല്ലേ. ഇപ്പം ഫിനാൻഷ്യൽ അസറ്റുകളുണ്ട്. ഫിനാൻഷ്യൽ അസറ്റുകൾ എന്ന് പറയുമ്പോൾ അത് ഷെയറുകൾ, സ്റ്റോക്ക്, ബോണ്ട് അല്ലേ, അതൊക്കെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിന് വേണ്ടിയുള്ള ഫിനാൻഷ്യൽ അസറ്റുകളെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് വാട്ട് ഈസ് റിയൽ അസറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഷോർട്ട് ടൈം ലോൺ ഒരു ഫിനാൻഷ്യൽ അസറ്റാണ്. ബാങ്കുകൾ ലോൺ കൊടുക്കുമ്പോൾ ബാങ്കിനെ സംബന്ധിച്ച് ലോൺ ഒരു ഫിനാൻഷ്യൽ അസറ്റാണ്. നമ്മൾ ലോൺ എടുക്കുകയാണെങ്കിൽ അതൊരു ലയബിലിറ്റി ആണല്ലേ. അപ്പോൾ അത് തെറ്റായിട്ടുള്ള ആൻസറാണ്. ഫിസിക്കൽ ടാഞ്ചിബിൾ അസറ്റ് ലൈക്ക് റിയൽ എസ്റ്റേറ്റ് ഓർ ഗോൾഡ് അല്ലേ, അതൊരു റിയൽ അസറ്റ് ആണല്ലേ. നമ്മൾ പറഞ്ഞു മെഷീനറി, റിയൽ എസ്റ്റേറ്റ്, ലാൻഡ്, ഗോൾഡ്, ഇതൊക്കെ റിയൽ അസറ്റാണ്. വെർച്വൽ കറൻസി എന്ന് പറയുന്നത് വെർച്വൽ കറൻസി, അതായത് ഓൺലൈനായിട്ടുള്ള പേയ്മെൻറ്റ് നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുക, അല്ലെങ്കിൽ ബിറ്റ് കോയിൻ പോലുള്ള കാര്യങ്ങളാണ് വെർച്വൽ കറൻസിയെ ഉദ്ദേശിക്കുക. അതൊക്കെ എന്താണ്, അതൊരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. ഡിജിറ്റൽ സ്റ്റോക്ക് അത് നമുക്ക് ഫിനാൻഷ്യൽ അസറ്റ് തന്നെയാണ് അല്ലേ. ഫിസിക്കലായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയായിട്ട് സൂക്ഷിക്കുന്നതല്ല. 45ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്. ട്രഷറി ബില്ല് മണി മാർക്കറ്റാണ്, അതല്ല. സേവിങ്സ് അക്കൗണ്ട് അല്ല. സർട്ടിഫിക്കറ്റ് ഓഫ് ഡിപ്പോസിറ്റ് മണി മാർക്കറ്റ് ആണല്ല. ഇപ്പോൾ കോർപ്പറേറ്റ് ബോണ്ട് അല്ലേ, കമ്പനികളുടെ ബോണ്ട് അല്ലെങ്കിൽ ഡിബഞ്ചർ എന്താണ്, ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. 46ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 46 ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റിംഗ് ടു മോട്ടോർ ഇൻഷുറൻസ് വിച്ച് വിൽ യു ഹൈലൈറ്റിംഗ് ഇൻ ആൻ അവയർനെസ് ക്യാമ്പയിൻ. ഒരു മോട്ടോർ ഇൻഷുറൻസ് എടുക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ബോധവൽക്കരണ ക്യാമ്പയിനിൽ നിങ്ങൾ ഏറ്റവും ഹൈലൈറ്റ് പറയുന്ന കാര്യം എന്താണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. മോട്ടോർ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട് അല്ലേ. അതിൽ പ്രൊവൈഡ്സ് എ ലോൺ ഫോർ ബൈയിങ് എ ന്യൂ വെഹിക്കിൾ, തെറ്റാണ്. വെഹിക്കിളിന് ലോൺ കൊടുക്കുക എന്നുള്ളതല്ല ഇൻഷുറൻസ് എടുക്കുന്ന ലക്ഷ്യം അല്ലേ. ടാക്സ് ബർഡൻ, ടാക്സ് കുറയ്ക്കുക എന്നുള്ളതും അല്ല ഇൻഷുറൻസ് എടുക്കുന്നതിൻ്റെ, അതായത് മോട്ടോർ ഇൻഷുറൻസ് എടുക്കുന്ന ലക്ഷ്യം. പ്രൊട്ടക്ട്സ് അഗൈൻസ്റ്റ് ഫിനാൻഷ്യൽ ലോസ് ഡ്യൂ ടു ആക്സിഡൻറ്റ് ഓർ തെഫ്റ്റ് അല്ലേ. വണ്ടി മോഷണം പോവുകയാണെങ്കിൽ ആക്സിഡൻറ്റ് ആവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റാണ്, അതിനെതിരെയാണ് നമ്മൾ പറയുന്നത്. ഒപ്പം തന്നെ കവേഴ്സ് ബോത്ത് തേർഡ് പാർട്ടി ലയബിലിറ്റി അല്ലേ. നമ്മുടെ വാഹനം കൊണ്ട് മറ്റൊരാളുടെ വാഹനത്തിനോ ആളുകളുടെ ജീവനോ എന്തെങ്കിലും നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഡാമേജ് കൊടുക്കാൻ വേണ്ടിയും അല്ലേ ഇൻഷുറൻസ് എടുക്കണം. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് അല്ലേ. 3 and 4 ആണ് കറക്റ്റായിട്ട് വരിക. അപ്പോൾ ഇവിടെ ആൻസർ വരുന്ന ഏതാണ്, എ വരും അല്ലേ. ദെൻ വാട്ട് ഈസ് എ മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻഷുറൻസ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻഷുറൻസും ഇൻവെസ്റ്റ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻഷുറൻസും ഇൻവെസ്റ്റ്മെൻറ്റും അല്ലേ. ഒന്നാമത്തെ കാര്യം, ഇൻഷുറൻസ് പ്രൊവൈഡ്സ് റിസ്ക് കവറേജ് വൈൽ ഇൻവെസ്റ്റ്മെൻറ്റ് എയിംസ് ഫോർ റിട്ടേൺസ്. ഇൻഷുറൻസ് എന്ന് വെച്ചാൽ റിസ്ക് കുറയ്ക്കുന്നതാണ്, കൂടുതൽ ലാഭം കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അത് കറക്റ്റായിട്ടുള്ളൊരു ആൻസർ തന്നെയാണ് അല്ലേ. അപ്പോൾ ഇതാണ് വരുന്നത്. ഇൻഷുറൻസ് കവേഴ്സ് ഓൺലി ഹെൽത്ത് റിസ്ക് മാത്രമല്ല ഇൻഷുറൻസ് കവർ ചെയ്യുന്നത് അല്ലേ. പലതരത്തിലുള്ള ഇൻഷുറൻസ്, നമ്മുടെ പ്രോപ്പർട്ടിക്കുള്ള ഇൻഷുറൻസ്, അതെല്ലാം കവർ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് അത് മാത്രം ആണെന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല. ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് വിത്ത് ഹൈ റിട്ടേൺ, ഹൈ റിട്ടേൺ തുടങ്ങിയ കാര്യങ്ങളൊക്കെയല്ല മണി മാർക്കറ്റ് പ്രോഡക്റ്റിന് ഷോർട്ട് ടൈമിലൊക്കെ ഇൻവെസ്റ്റ്മെൻ്റ് ആണല്ലേ. ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റും അത് റിട്ടേൺസ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ഹൈ റിസ്ക് ഹൈ റിവാർഡ് ഇൻവെസ്റ്റ്മെൻറ്റും അല്ല. മൂന്നാമത്തെ വരുന്ന അതുമല്ല അല്ലേ. ഹൈ റിസ്ക് ഹൈ റിവാർഡും അല്ല. കൂടുതൽ റിസ്ക് ഉള്ളതല്ല മണി മാർക്കറ്റ്, റിസ്ക് കുറവാണല്ലേ. മീഡിയം റിവാർഡും അല്ല. അത് ചില തരത്തിലുള്ള ബോണ്ടുകൾ ഡിബഞ്ചറിനൊക്കെയാണ് മീഡിയം റിസ്ക് മീഡിയം റിവാർഡ് വരിക.
അപ്പോൾ ആൻസറായിട്ട് വരുന്നത് ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് വിത്ത് ഹൈ ലിക്വിഡിറ്റിയാണ് അല്ലേ, ആണ് ആൻസറായിട്ട് വരിക. ദെൻ അടുത്ത 49ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദി ഫോളോവിങ് ഇസ് റിക്വയർഡ് ടു കാൽക്കുലേറ്റ് EMI ഫോർ ലോൺ. അപ്പോൾ ലോണിൻ്റെ EMI കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി, EMI എന്ന് വെച്ചാൽ എന്താണ്, എക്സ്പെക്റ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെൻ്റ് ആണ് അല്ലേ, എക്സ്പെക്റ്റഡ് അല്ല ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ് എന്നാണ്. നമ്മൾ ലോണൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ മാസം തിരിച്ചടയ്ക്കുന്ന തുകയാണ് നമ്മൾ EMI എന്ന് പറയുന്നത് അല്ലേ, ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ്. എൻ്റെ ഫുൾ ഫോമോട് ഓർത്തിരുന്നേക്കുക. അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് അത്യാവശ്യം വേണ്ട എന്തൊക്കെയാണ്, ലോൺ എമൗണ്ട് വേണം, ഓക്കെ, ഇൻട്രസ്റ്റ് റേറ്റ് അറിയണം, ലോണിൻ്റെ ടെനർ എത്ര നാളത്തേക്കാണ് ലോൺ എടുത്തിരിക്കുന്നത് അറിയണം അല്ലേ. ഈ 3 കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് EMI കണ്ടുപിടിക്കാവുന്നുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തെറ്റാണ്. ഇതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ അല്ലേ, ആണ് കറക്റ്റായിട്ടുള്ള ആൻസറായിട്ട് വരുന്നത്. ലോൺ എമൗണ്ട്, ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് ലോൺ ടെനർ അല്ലേ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇതാണ് നമുക്ക് ഈ രീതിയിലായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്നത് കേട്ടോ. ആദ്യത്തെ 22 ക്വസ്റ്റ്യനിൽ 20 ക്വസ്റ്റ്യൻ എടുക്കണം അല്ലേ. അപ്പോൾ 2 ക്വസ്റ്റ്യൻ മാത്രമാണ് നമുക്ക് എക്സ്ട്രാ എല്ലാത്തിനും തന്നിട്ടുണ്ടാവും. നിങ്ങൾ പരമാവധി അറ്റൻഡ് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് കൂടുതൽ അറ്റൻഡ് ചെയ്യുന്നിടത്ത് കുഴപ്പമില്ല. നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ആൻസർ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടെങ്കിൽ മാർക്ക് കിട്ടുന്നതാണ്. മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 20 മാർക്ക് ആദ്യത്തെ പാർട്ടിലും രണ്ടാമത്തെ പാർട്ടിൽ 50 മാർക്കുമായിരിക്കും അല്ലേ. അത്രയും മാർക്ക്, മൊത്തം 70 മാർക്കിനായിരിക്കും ക്വസ്റ്റ്യൻ വരിക. ഈ റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അത് നമ്മുടെ COS ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ കോഴ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ്, പ്രോഗ്രാം ഔട്ട്കം, നമ്പറുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ അടുത്ത കോളങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. അത് നമ്മുടെ ക്വസ്റ്റ്യനുമായിട്ട് ശരിക്കും വലിയ ബന്ധമൊന്നുമില്ല. അത് നമ്മുടെ ഒരു അറിവിന് വേണ്ടി പറഞ്ഞിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ക്വസ്റ്റ്യനിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, അതിൻ്റെ ആൻസർ നോക്കുക, കൃത്യമായിട്ട് ശ്രദ്ധയോടെ ചെയ്യുക. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്, എളുപ്പമാണെന്ന് ഓർക്കരുത്. നമുക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഉത്തരം എഴുതാൻ സാധിക്കുകയുള്ളൂ. തന്നെയല്ല ഈ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അതേപടി വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതുപോലുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. നമ്മുടെ ചാനലിൽ കൂടുതൽ MCQs നമ്മൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം വർക്കൗട്ട് ചെയ്യുക. ഇനി ചെയ്യാത്ത ചാപ്റ്ററിൻ്റെ ഉണ്ട്, അത് നിങ്ങൾ പരമാവധി നിങ്ങൾ ആ ടെക്സ്റ്റ് നോക്കി അതിൻ്റെ ബാക്ക് നോക്കിയിട്ട് കൃത്യമായിട്ട് പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്